നമ്മളെല്ലാവരും ബ്രൗസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഗൂഗിൾ ക്രോമാണ്. ഗൂഗിൾ ക്രോമിലൂടെ നമ്മൾ പല വെബ്സൈറ്റുകളും പല സൈറ്റുകളും നമ്മൾ സന്ദർശിക്കാറുണ്ട്. എന്നാൽ ഗൂഗിൾ ക്രോമിലുള്ള ഗൂഗിൾ ലെൻസ്, അതുപോലെ തന്നെ ഇൻകോഗ്നിറ്റോ മോഡ്, വോയിസ് അസിസ്റ്റൻറ്റ്, ഗൂഗിൾ വോയിസ് സെർച്ച് എന്നതൊക്കെ നമുക്ക് നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീനിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാതെ തന്നെ ഒരു വിഡ്ജറ്റായിട്ട് നമുക്ക് ഉപയോഗിച്ച് അതിലൂടെ ഒറ്റ ക്ലിക്കിൽ നമുക്ക് സെർച്ച് ചെയ്യുന്ന ഓപ്ഷൻ കൊണ്ടുവന്നാലോ? നമ്മൾ അതിനായിട്ട് ഗൂഗിൾ ക്രോമിൽ ഒരു സെറ്റിങ്സിൽ മാറ്റം വരുത്തിയാൽ മാത്രം മതി. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെടാതിരിക്കില്ല. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറിൽ നിങ്ങളിവിടെ ക്രോം എന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ ക്രോം എന്ന് ടൈപ്പ് ചെയ്തിട്ട് അതിനുശേഷം ഇവിടെ ഒരു സ്കോളൻ ഇടുക, അതായത് 2 കുത്ത് ഇടുക. അതിനുശേഷം ഇവിടെ ഫ്ലാഗ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഈ ടൈപ്പ് ചെയ്ത പോലെ ക്രോം സ്കോളൻ 2/ അതായത് 2 ചെരിഞ്ഞ വര ഫ്ലാഗ്സ് എന്ന് എഴുതുക. ഇതുപോലെ എഴുതിയതിന് ശേഷം നിങ്ങൾ സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരു സൈറ്റിലേക്ക്, ഒരു വെബ്സൈറ്റിലേക്ക് ഇത് എത്തിച്ചേരും. ഇവിടെ മുകളിൽ തന്നെ ഒരു സെർച്ച് ബാർ എക്സ്ട്രാ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ബാറിൽ ക്വിക്ക് ആക്ഷൻ സെർച്ച് വിഡ്ജറ്റ് എന്ന് സെർച്ച് ചെയ്യുക. ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ് ക്വിക്ക് ആക്ഷൻ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഏറ്റവും മുകളിൽ വന്നിട്ടുണ്ട് ക്വിക്ക് ആക്ഷൻ സെർച്ച് വിഡ്ജറ്റ് എന്ന് ഏറ്റവും മുകളിൽ തന്നെ വന്നിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ഡിഫോൾട്ട് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അതിൻ്റെ ഏരോ മാർക്കിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് ഡിഫോൾട്ടായിട്ടായിരിക്കും ഉണ്ടാകുക. അത് എനേബിൾഡ് ആക്കി കൊടുക്കുക. എനേബിൾഡ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും താഴെ റീലോഞ്ച് എന്നൊരു ബ്ലൂ ഐക്കൺ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായിട്ട് ഓൺ ആകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഗൂഗിൾ ക്രോം ഓഫായിട്ട് ഓൺ ആയിട്ടുണ്ടാകും. ഇപ്പോൾ അത് എനേബിൾഡ് ആയിട്ട് നിങ്ങൾക്ക് നീല കളറിൽ ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ നേരെ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം മൊബൈൽ സ്ക്രീനിൻ്റെ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് നിങ്ങൾ പ്രസ് ചെയ്ത് പിടിക്കുക. പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ താഴെ വിഡ്ജറ്റ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ ക്രോമിൻ്റെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനിവിടെ എവിടെയെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ക്രോം എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ഇതിൽ തന്നെ ഒരു വിഡ്ജറ്റിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് വന്നു കിടക്കുന്നതായി കാണാൻ സാധിക്കും. ഞാനത് ആഡ് ചെയ്യാണ്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സെർച്ച് ബാർ, ഇവിടെ നിങ്ങളുടെ സ്ക്രീനിൽ ഇങ്ങനെയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ വോയിസ് അസിസ്റ്റൻറ്റ്, വോയിസ് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ഇൻകോഗ്നിറ്റോ മോഡുണ്ട് നമുക്ക്. അതുപോലെ തന്നെ ഒരു ഡൈനോസറിൻ്റെ ഒരു ഗെയിം കളിക്കുന്ന ആ ഒരു ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ വോയിസ്, നിങ്ങളുടെ ഗൂഗിൾ ലെൻസ്, അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ തന്നെ ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ആക്കാനുള്ള ഓപ്ഷനാണ് ഈ വന്ന് കിടക്കുന്നത്. നിങ്ങൾക്ക് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാതെ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് തന്നെ ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് ഈ വക കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനും സെർച്ച് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് സാധിക്കും. ഈ വിഡ്ജറ്റ് നിങ്ങൾക്ക് ഓപ്പൺ ആക്കണമെങ്കിൽ നേരത്തെ കാണിച്ച ആ സെറ്റിങ്സ് ഓപ്പൺ ആക്കിയാൽ മാത്രം മതി. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബായ്.